ഹലോ, മാന്യസദസ്സിന് വന്ദനം. പ്രിയരെ, കലുഷിതമായി ഈ ലോകത്തിൽ ദൈനംദിന പരീക്ഷണങ്ങളാണ് നമ്മളിൽ ഓരോരുത്തർക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ ഇവ വരുമ്പോൾ നാം അവയെ എങ്ങനെ നേരിടും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പഴയ നിയമത്തിലെ ജോബിന്റെ ജീവിതത്തിലേക്കാണ്. നീതിമാനായ ജോബിനെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്ന ഒരു രംഗമാണ് ഞാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്നത്. യഹോവയായ എന്റെ ദൈവമേ, അങ്ങേക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവൻ ജോബ്, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ദാസൻ. ഇവരെ ഞാൻ എന്റെ ദാസനാക്കി മാറ്റും. ഇവന്റെ ദൈവത്തെ തള്ളി പറയാ. ദൈവമേ, എന്റെ ശരീരത്തിന് ഇതെന്ത് പറ്റി? മൊത്തം മുറിവുകൾ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ സഹായിക്കണമേ. എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നാണമില്ലേ ജോബേ? നീ ഇപ്പോഴും അവനെ വാഴ്ത്തിപ്പാടുന്നു. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം. നീ എന്നെ ഇല്ല, ഞാൻ എന്റെ ദൈവത്തെ തള്ളി പറയുകയില്ല. ഇതെല്ലാം അവിടുത്തെ ദാനമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നാണമില്ല മനുഷ്യ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭക്തി മുറുകെ പിടിച്ചു നിൽക്കുകയാണോ? നിങ്ങൾ നാണമില്ല മനുഷ്യ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭക്തി മുറുകെ പിടിച്ചു കളയോ? എനിക്ക് വയ്യ നിങ്ങളെ നോക്കാൻ. ഞാൻ പോകുന്നു. എന്താ ജോബേ, നിന്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ചു അല്ലേ? നിന്റെ മക്കൾ നിന്നെ വലിച്ചെറിഞ്ഞു അല്ലേ? നിന്റെ കൂട്ടുകാർ നിന്നെ പിരിഞ്ഞു അല്ലേ? ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. നീ എന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ എന്റെ ശരീരം പഴയതുപോലെ ആയിരിക്കുന്നു. എനിക്കെല്ലാം പഴയതുപോലെ തിരികെ കിട്ടിയിരിക്കുന്നു. എന്റെ യഹോവയ്ക്കൊരു 1000 നന്ദി. അതെ, ജോബിന്റെ ജീവിതം ഓരോ ക്രൈസ്തവർക്ക് ഒരു പാഠപുസ്തകമാണ്. ഈ മഹാജോബിലി വർഷത്തിൽ പ്രതീക്ഷ കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജോബിനെ പോലെ പ്രതികൂല സാഹചര്യങ്ങൾ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നന്ദി, നമസ്കാരം.